മീൻപിടുത്ത തൊഴിലാളികൾക്കുള്ള സബ്സിഡി മണ്ണെണ്ണയുടെ വില പകുതിയിലേറെ വർദ്ധിപ്പിച്ചതിന്റെ ആഘാതത്തിലാണ് തീരദേശം. ലിറ്ററിന് 100 രൂപയായിരുന്ന മണ്ണെണ്ണയ്ക്ക് ഇപ്പോൾ വില 155.75 രൂപയാണ്. പെട്രോളിനേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭിച്ചിരുന്ന മണ്ണെണ്ണയാണ് 2 മാസമായി കൂടിയ തുകയ്ക്ക് വാങ്ങേണ്ടി വരുന്നത്. ഇത് പ്രതിദിന ചെലവിലും വലിയ വർധനയുണ്ടാക്കി. വേണ്ടത്ര മീൻ ലഭിക്കാതെ വന്നതും തൊഴിലാളികൾക്ക് ഇരുട്ടടിയായി. ചെറുവള്ളങ്ങൾ, കാരിയർ വള്ളങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും മണ്ണെണ്ണ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് 1 മണിക്കൂർ പ്രവർത്തിക്കാൻ 7 മുതൽ 15 ലിറ്റർ വരെ മണ്ണെണ്ണ വേണം. ആഴ്ചയിൽ 500 മുതൽ 600 ലിറ്റർ വരെ മണ്ണെണ്ണ വേണ്ടിവരുന്ന വള്ളങ്ങളുണ്ടെന്ന് മീൻപിടുത്ത തൊഴിലാളികൾ പറയുന്നു. എന്നാൽ ഈ ചെലവനുസരിച്ചുള്ള മീൻ കിട്ടാതെ വരുമ്പോൾ തൊഴിലാളികൾക്കുള്ള കൂലി കൊടുക്കാൻ വരെ ബുദ്ധിമുട്ടുന്നുവെന്ന് വള്ളം ഉടമകൾ പറയുന്നു. സബ്സിഡിയായി ലഭിക്കുന്ന തുക 1-2 ദിവസത്തെ ഇന്ധന ചെലവിന് മാത്രമേ തികയൂവെന്നാണ് തോണിക്കാർ പറയുന്നത്. മണ്ണെണ്ണയ്ക്കൊപ്പം ഒഴിക്കുന്ന ഓയിലിനും വില വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. ഇതും തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതേസമയം കരിഞ്ചന്തയിൽ വ്യാജ മണ്ണെണ്ണ വ്യാപകമാണ്. ഇതിന് സബ്സിഡി മണ്ണെണ്ണയേക്കാൾ വില കുറവാണ്. എന്നാൽ ഈ മണ്ണെണ്ണ എഞ്ചിനുകൾക്ക് ദോഷമുണ്ടാക്കുന്നതായും വള്ളക്കാർ പറയുന്നു. മണ്ണെണ്ണ ബങ്ക് ഉണ്ണിയാൽ, പൊന്നാനി കേന്ദ്രങ്ങളിൽ മാത്രമാണുള്ളത്. ഇവിടങ്ങളിൽ പോയി ഇത് ശേഖരിക്കുന്നതും വള്ളക്കാർക്ക് സാമ്പത്തിക ബാധ്യതയുമാണ്. ഒരു ദിവസം പണിമുടക്കി ഇതിനായി ചെലവഴിക്കണമെന്ന് ഇവർ പറയുന്നു. പുതിയ സർക്കാർ ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം.